ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജീവിനെയും കാത്ത് ഉമ്മറത്ത് നിൽക്കുകയാണ്. രാജീവൻ വല്ലാതെ വൈകിയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രാജീവൻ ഇങ്ങനെ വരുന്ന കാണുമ്പോഴേക്കും രാഗിക്ക് വല്ലാത്ത സമാധാനമാവാണ്. രാഗി നോക്കുമ്പോഴേക്കും രാജീവൻ രാഗി എടുത്ത് മിണ്ടണമെന്നില്ല. അതിനുശേഷം നേരെ പോയിട്ട് ഹാളിൽ പോയി ഇരിക്കുക കേട്ടോ. രാഗി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് രാജീവൻ പറയുമ്പോൾ എന്താ പറയാനുള്ളത് എന്ന് രാഗി ചോദിക്കുകയാണ്. ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട്, നീ നിൻ്റെ തീരുമാനത്തിൽ നിന്ന് തീരുമാനം മാറ്റണം രാഗി. എന്ത് തീരുമാനം? ഞാൻ നിൻ്റെ കാല് പിടിക്കാം. നിൻ്റെ തീരുമാനം ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വരില്ല എന്നുള്ള തീരുമാനം. നീ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വാ രാഗി, എങ്ങനെയെങ്കിലുമൊക്കെ വാ. അതിനുശേഷം നീ ഏതവസ്ഥയിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ രാഗി പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ നോക്കിക്കോളാം എന്നാണ് പറയണത്? എൻ്റെ ശരീരം നന്നായിട്ട് ഒട്ടും, എല്ലുകളൊക്കെ തെളിഞ്ഞ് കാണും, മുടിയൊക്കെ പോകും, കണ്ണൊക്കെ കുഴിഞ്ഞു വരും. എടി, ഞാൻ നിൻ്റെ ശരീരത്തെ അല്ല മനസ്സിനെ സ്നേഹിക്കണത് എന്ന് രാജീവൻ പറയുമ്പോൾ രാഗി പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഇപ്പോൾ പറയണത് അങ്ങനെ സ്നേഹത്തിന് പുറത്ത് എല്ലാവർക്കും തോന്നണതാണ്. പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണെന്ന് തോന്നും. ഞാനൊരു ഭാരമാവും. എന്തിന്? നിങ്ങളൊന്നും ഞാൻ പറയണില്ല, പക്ഷേ ഞങ്ങളുടെ നമ്മുടെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കാതിരിക്കും. അവർക്ക് പോലും കണ്ടാൽ അറുപ്പാവുന്ന ഒരു രൂപത്തിലേക്കാകും ഞാൻ. എനിക്ക് ആ ഒരു മരണശിക്ഷ തരല്ല രാജീവേട്ട. അതുകൊണ്ടിട്ടാണ് ഞാൻ രാജീവേട്ടൻ്റെ കാല് പിടിക്കണത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി രാജീവേട്ടൻ ഇത് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഗി അവിടെ നിന്ന് പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ശാരികേനെയാണ്. ശാരികേൻ്റെ ആൻറ്റി വിളിച്ചിരിക്കുക കേട്ടോ. ഹലോ മോളെ, നീ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റി എനിക്ക് കുറച്ച് പണി കൂടി ഇവിടെയുണ്ട്, അതിനുശേഷം ഞാൻ വരാം എന്ന് പറയുമ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, ഷാരി അവിടെ നിന്നെ രാഗിയും രാജീവനെയും വിളിപ്പിച്ചിരിക്കുന്നത് എന്തോ നിനക്കൊരു പണി തരാൻ വേണ്ടി തന്നെയാണ്. അവർ സ്നേഹത്തോടെ അല്ല മോളെ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിൻ്റെ മേളിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി എന്തോ ചെയ്യാനായിട്ടാണ്, നീ അത് മനസ്സിലാക്കുന്നത് പറയുമ്പോൾ, ആൻറ്റി പ്ലീസ് എൻ്റെ കൂട്ടുകാരത്തിനെയും അവളുടെ ഭർത്താവിനെ കുറിച്ച് ഒന്നും പറയരുത്. ഞാനിപ്പോൾ ഇവിടെ വേണ്ടതാണ് എന്ന് പറയുമ്പോൾ, ഷാരി നീ ഇവിടെ വരാത്തതുകൊണ്ട് കമ്പനിയിലെ കാര്യങ്ങളും സ്റ്റാഫ്സിൻ്റെ സാലറി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഷാരിക പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ അതിനെ മാനേജറെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് അയാൾ സൈൻ ചെയ്ത് തന്നോളും എന്നൊക്കെ പറയുവാണ്. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് രാജീവൻ വരുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യാണ് ഷാരിക. അതിനുശേഷം രാജീവൻ പറയുന്നുണ്ട്, ഷാരി എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യണം. എന്താ സർ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ, രാഗീന നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ട സർ, അത് മാത്രം എന്നോട് പറയല്ലേ. ഞാൻ അവളെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ അവൾ മനസ്സിലാക്കുന്നില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് രാജീവൻ ചോദിക്കുകയാണ്. അവൾ ട്രീറ്റ്മെൻറ്റിന് വരാൻ ഒട്ടും തയ്യാറാവുന്നില്ലെന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട്, അവൾ ട്രീറ്റ്മെൻറ്റിന് വരണമെന്നുണ്ടെങ്കിൽ അവളുടെ മുമ്പിൽ നമുക്ക് വിവാഹിതരാണെന്ന് അഭിനയിച്ചേ പറ്റൂ രാജീവൻ സാർ എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തുളസി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രാജീവൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ അവൾ കേൾക്കുമെന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടില്ല, ഞാനല്ല ആര് പറഞ്ഞാലും അവൾ കേൾക്കില്ല. ദൈവം ഇറങ്ങി വന്ന പോലും അവൾ കേൾക്കില്ല. ഞാൻ രാജീവൻ സാറിനോട് പറഞ്ഞില്ല, നമുക്ക് ആരും അറിയാതെ വിവാഹിതരാവാം. എന്തിന്? ഇവിടെയുള്ള നമ്മുടെ മക്കളെ പോലും വിവരങ്ങൾ അറിയിക്കേണ്ട. മക്കളിത് അറിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതുകൊണ്ട് ഞാനും സാറും രാഗി മാത്രം ഈ സത്യം ഇപ്പം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. ഇതെല്ലാം കേൾക്കുന്ന തുളസിക്ക് ആകെ ദേഷ്യം വരും കേട്ടോ. അതിനുശേഷം രാജീവൻ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അവൾ സമ്മതിക്കണമില്ല. അവൾക്കെന്തോ നേരത്തെ തന്നെ വിധി എഴുതിയ പോലെ അവളവരുടെ പെരുമാറ്റം എന്നൊക്കെ രാജീവൻ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി രാജീവൻ അകത്തേക്ക് കയറി പോവുക. പെട്ടെന്ന് തുളസി അങ്ങോട്ട് മാറി നിൽക്കുകയാട്ടോ, ഒളിഞ്ഞ് നിൽക്കുവാണ് വാതിലിൻ്റെ മറവിൽ. അതുകൊണ്ട് രാജീവൻ തുളസിനെ കാണുന്നില്ല. അതിനുശേഷം ഷാരികയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഷാരിക കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തുളസി ഷാരികയുടെ മുമ്പിലേക്ക് വരിക. അതിനുശേഷം തുളസി പറയുന്നുണ്ട്, ഷാരി ചേച്ചി നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വന്നേക്കണത്? എന്താ നീ അങ്ങനെയൊക്കെ പറഞ്ഞത്? നോക്ക്, ഇവിടെ രാജീവൻ സാറും രാഗി ചേച്ചിയും വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് കഴിയണത്. അവർ തമ്മിൽ ഒരു പിണക്കമുണ്ടായി, അതിന് കാരണം നിങ്ങളാണ്. ഇപ്പോൾ അവരുടെ പിണക്കൊക്കെ മാറി അവർ പഴയതിനേക്കാളും സ്നേഹത്തോടും അതുപോലെ തന്നെ മനസ്സിലാക്കി സ്നേഹിക്കുക. അതിനിടയ്ക്ക് നിങ്ങൾ വീണ്ടും വന്നു. നിങ്ങൾ പറഞ്ഞതൊക്കെ ഏറെക്കുറെ ഞാൻ കേട്ടു. നിങ്ങളിത് എന്തുദ്ദേശിച്ചിട്ടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഷാരി പറയണ്ട്, നോക്ക്, ഞാൻ നിൻ്റെ രാഗി ചേച്ചിയുടെ ജീവിതം തകർക്കാനല്ല, രാഗിനെ രക്ഷിക്കാനാണ് വന്നത്. രക്ഷിക്കാൻ അതുകൊണ്ടിട്ടായിരിക്കും കൂട്ടുകാരുടെ ഭർത്താനെ വിളിച്ചുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത് ടെറസിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കണത് അല്ലേ എന്ന് പറയുമ്പോൾ, നീ നിൻ്റെ പണി നോക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് ഷാരിക തുളസി എടുത്ത് പറയുമ്പോൾ, പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങളോട് നിന്ന് ഇറങ്ങിപ്പോ എന്നൊക്കെ തുളസി പറയാണ്. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഷാരിക ദേഷ്യപ്പെടുവാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശരി, ഞാൻ എന്തായാലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരികയും ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം കാണിക്കുന്ന രാഗിനെയാണ്. രാഗി കിടക്കുന്ന സമയത്ത് രാജീവൻ വരുവാണ്. രാജീവനും രാഗിയുടെ തൊട്ടടുത്ത് തന്നെ കിടക്കുവാണ് കേട്ടോ. അതിനുശേഷം രാജീവൻ പറയുന്നുണ്ട്, എനിക്കെന്തോ വല്ലാത്തൊരു പേടി പോലെ തോന്നണം. ആദ്യമായിട്ട് ഞാൻ ജീവിതത്തെ ഭയക്കുന്നു.
എനിക്ക് വല്ലാത്ത പേടി പോലെ തോന്നുന്നു രാഗി എന്ന് പറയുമ്പോൾ രാഗിക്ക് പെട്ടെന്ന് സങ്കടം വരുക കേട്ടോ. രാഗി പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജീവിൻ്റെ നെഞ്ചിൽ പോയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജീവൻ സമാധാനപ്പെടുത്തുവാണ്. അതിനുശേഷം രാജീവൻ പറയുന്നുണ്ട്, ഹേ നീ ഇങ്ങനെ കരയല്ലേ, നീ കരയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എനിക്കെന്തോ വല്ലാത്ത ഭയം പോലെ തോന്നുന്നു എന്നൊക്കെ പറയുവാണ്. എന്തു പറ്റി എന്ന് രാഗി ചോദിക്കുമ്പോൾ, നമ്മൾ രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ച ജീവിച്ചത്, ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും ഇടയ്ക്ക് നമ്മൾ തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം ഇരട്ടിയായിട്ട് നമ്മളിപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ആരെയും ഉപദ്രവിച്ചിട്ടോ ശല്യപ്പെടുത്തിട്ടോ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ദൈവം നമ്മളോട് ക്രൂരത കാണിച്ചു, വിധി നമ്മളോട് ക്രൂരത കാണിച്ചു. നിന്നെ എൻ്റെ അടുത്തുനിന്ന് അകറ്റാൻ വേണ്ടി വിധി നോക്കി. അതുകൊണ്ട് ഞാൻ വിധിയെ അതിനപ്പുറം ക്രൂരത കാണിക്കാൻ പോവാം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയില്ല. പക്ഷെ നമ്മളിവിടെ നമ്മുടെ കൂടെ നമ്മുടെ മക്കളെയും കൂടി കൊണ്ടുപോകണം. എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് രാജീവിൻ്റെ മുഖത്തേക്ക് അടിക്കുക. അതിനുശേഷം രാജീവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാണ് രാഗി പറയണത്. എന്നാലും നിങ്ങൾക്കിതെങ്ങനെ എന്നോട് പറയാൻ തോന്നി? നമുക്ക് മരിക്കാൻ രാഗി, നമുക്ക് 2 പിള്ളേരെ, നമുക്ക് 2 പേർക്കും, നമുക്ക് 4 പേർ കൂടി ഒരുമിച്ച് മരിക്കുക. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ രാജീവേട്ടൻ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നമ്മുടെ 2 പൊന്നോമനകളുടെ മുഖം നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? പ്ലീസ് രാജീവേട്ട, ഞാൻ പറയണത് ഒന്ന് കേൾക്ക്. നിങ്ങൾ ഷാരിനെ ഒന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി. അതാകുമ്പോഴേക്കും സമാധാനത്തോടെ മരിക്കുമെങ്കിലും ചെയ്യാലോ. പ്ലീസ് ഞാൻ പറയണ കേൾക്ക്. നിങ്ങളിങ്ങനെ മരണത്തെക്കുറിച്ചൊന്നും പറയല്ലേ. അഥവാ നിങ്ങളാണ് ഇതിങ്ങനത്തെ തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. എന്താ അത് വേണോ എന്നൊക്കെ രാഗി ചോദിക്കുവാണ്. അതിനുശേഷം രാഗി പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാനിപ്പോൾ തന്നെ ഷാരികനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാം. നിങ്ങൾ 2 പേരും എൻ്റെ മുമ്പിൽ സത്യം ഇട്ട് തരണം. രാഗി നീ എന്തൊക്കെയാണ് കാണിക്കാൻ പോണത്? രാഗി പ്ലീസ് രാഗി, എനിക്ക് ആകെ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് രാജിനോടെ തലയിൽ കൈവച്ചിരിക്കുക. ആ സമയത്ത് രാഗി പറഞ്ഞു, ഞാൻ ഷാരികനെ വിളിച്ചുകൊണ്ടിട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രാഗി പോവല്ലേ എന്ന് പറയുമ്പോൾ രാഗി മൈൻഡ് ചെയ്യാണ്ട് അങ്ങോട്ട് പോകുവാണ്. ശേഷം ഷാരികനെ വിളിച്ചുകൊണ്ട് വരുക കേട്ടോ. ഷാരികയെടുത്ത് രാജുവിനടുത്ത് പറയുന്നുണ്ട്, നോക്ക് നിങ്ങളുടെ 2 പേർത്തും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുവാണ്. ആ സമയത്ത് ഷാരിക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഗി പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ നാളെ ഒരു ദിവസം കൂടി എനിക്ക് തരണം നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട്. മറ്റന്നാൾ, അതായത് നാളെ കഴിഞ്ഞ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരാം. അതിനുവേണ്ടി നിങ്ങൾ 2 പേരും എൻ്റെ കയ്യിൽ സത്യം ഇട്ട് തരണം, എങ്കിൽ മാത്രമേ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വരുള്ളൂ എന്ന് പറയുകയാണ്. അതിനുശേഷം രാഗി കൈ നീട്ടുന്ന സമയത്ത് ഷാരിക കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് സമ്മതിച്ചു എന്ന രീതിയിൽ ഷാരിക കൈ കൊടുക്കുന്നുണ്ട്, രാജീവൻ മാത്രം കൈ കൊടുക്കുന്നില്ല. ആ സമയത്ത് രാജീവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവസാനം രാജീവന് ഗതി കെട്ടിട്ട് നമ്മുടെ രാഗിയുടെ കയ്യിൽ ഇങ്ങനെ കൈ വെക്കുവാണ്. സത്യം ഞാൻ സമ്മതിക്കാൻ കല്യാണത്തിന് എന്ന രീതിയിൽ. അങ്ങനെ കല്യാണത്തിന് ഷാരികയും രാജീവനും സമ്മതിച്ച സന്തോഷത്തിൽ രാഗി മതിമറന്ന് ചിരിക്കുവാട്ടോ. സങ്കടവും സന്തോഷവും ഒക്കെ കലർന്ന രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാഗി. അതിനുശേഷം ഷാരികേനെയും രാജീവനെയും 2 പേരെയും അടുത്തേക്ക് ചേർത്ത് നിർത്തിയതിന് ശേഷം രാഗി ഒന്നും കൂടി ചിരിക്കുന്നുണ്ട്. സങ്കടത്തോടെ സന്തോഷത്തോടു കൂടി തന്നെ 2 പേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് രാഗീനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.